ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാധികെ വരുണിന്റെ വധുവായി അംഗീകരിക്കാനേ ഏട്ടത്തിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെ, സത്യമാണ്. അച്ഛനോട് അമ്മ പറഞ്ഞിട്ടില്ല, പക്ഷേ അമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത്ര നാണൊന്നും വേണ്ടട്ടോ. രണ്ടുപേരുടെ ഇഷ്ടം എല്ലാരും അറിഞ്ഞിട്ടായി തീരുമാനം. നേരെ നോക്കിക്കോ. മക്കളെ, ഏറ്റവും കരുതലോടെ ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ ചില വീഴ്ചകൾ വന്നു. വീഴ്ചകൾ വന്നാൽ അത് തിരുത്തുക എന്നതാണല്ലോ ധർമ്മം. വരുണിന്റെയും രാധികയുടെയും വിവാഹം ഒരു വിവാഹത്തിന്റെ എല്ലാ രീതികളും ഉൾക്കൊള്ളുന്നതാവണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് വേണമെന്ന് അച്ഛൻ പറഞ്ഞത്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. വരുണേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം പറയാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? സുകുമാരിയമ്മ കണ്ടില്ലല്ലോ. ഞാനിവിടെ ഉണ്ട്. ചടങ്ങ് നടത്താനുള്ള എല്ലാവരുടെ ഉത്സാഹമൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഗതി കിട്ടാത്ത ഒരു ആത്മാവ് ഇപ്പോഴും നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുക. അതൊന്നും ആരും മറന്നു പോവണ്ട. അമ്മ പറയുന്നത് കാര്യാക്കണ്ട. പ്രിയങ്കയും അമ്മയും തമ്മിൽ വല്ലാത്ത കൂട്ടായിരുന്നു. ഒറ്റപ്പെടലിന്റെ സങ്കടം അമ്മയുടെ പെരുമാറ്റത്തിലുണ്ട്. ഇരിക്കുന്ന എല്ലാവരോടായിട്ട് ഞാൻ ചോദിക്കുക, ആർക്കെങ്കിലും ഈ വിവാഹത്തിനോട് എതിരഭിപ്രായം ഉണ്ടോ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണിമംഗലത്ത് വന്നപ്പോഴും ഇപ്പോഴും പത്മിനി വ്യക്തമായ ഒരു അഭിപ്രായവും പറഞ്ഞില്ല. അതെന്തു പറ്റി? മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാ. പത്മിനിയുടെ മകളായിട്ടാണ് ഞങ്ങൾ രാധികയെ അങ്ങോട്ട് അയക്കുന്നത്. അമ്മയും മകളും തമ്മിൽ എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ച ഉണ്ടായാല് അത് ബുദ്ധിമുട്ടാ.
ഏട്ടത്തിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഏട്ടത്തിന്റെ മനസ്സിലെന്താണെന്ന് ഞാൻ പറയാം. രാധികയെ വരുണിന്റെ വധുവായി അംഗീകരിക്കാനേ ഏട്ടത്തിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ അതെ, സത്യമാണ്. അച്ഛനോട് ഇത് അമ്മ പറഞ്ഞിട്ടില്ല. ആ പക്ഷേ അമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പത്മിനി, എന്താ ഇത്? ഇവരീ പറഞ്ഞതൊക്കെ സത്യമാണോ അമ്മേ? അങ്ങനെയാണെങ്കിൽ അമ്മ ഈ ചടങ്ങിന് പുറപ്പെട്ട് വന്നതെന്തിനാ? അവിടെ വെച്ച് ഇതൊക്കെ പറഞ്ഞാ നിങ്ങൾ സമ്മതിക്കോ? കൂടി വന്നാ അമ്മയെ നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടില്ല. അതല്ലേ സംഭവിക്കാം. അതുകൊണ്ടാ അമ്മ ഇങ്ങനൊരു അവസരം തിരഞ്ഞെടുത്തത്. മോളെ മോളെ, ഏയ്, എന്താ അമ്മേ ഇവിടെ ഇത്? ഇരിക്ക്. നീ എവിടെ ഇരിക്കെ? അച്ഛൻ പറയുന്നത് അനുസരിക്കേ. അവളോട് സംസാരിക്കാനുള്ളത് ഞാൻ സംസാരിച്ചോളാം. പരമേശ്വരൻ സാറേ, എന്തിനാ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയത്? അറിയില്ല തിരുമേനി. ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും പരിഹസിക്കാമല്ലോ. പത്മിനിയല്ല, ദൈവം തന്നെ ഇറങ്ങി വന്ന് തടസ്സം നിന്നാലും വരുണിന്റെയും രാധികയുടെയും വിവാഹം നടക്കണം.